വാസ്കോഡ ഗാമ സ്ക്വയർ ഞങ്ങൾ ആദ്യം പോയ സ്ഥലമാണ്. നമ്മുടെ വാസ്കോഡ ഗാമ, പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമയുടെ പേരിലുള്ള സ്ക്വയർ. അയാൾ മരിച്ചത് ഇവിടെ തന്നെയാണ്. ഇവിടെ തൊട്ടടുത്തൊരു സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറഞ്ഞ ചർച്ചുണ്ട്. അവിടെയാണ് മരിച്ചത്. അവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 14 വർഷങ്ങൾക്ക് ശേഷം ആ ബോഡിയുടെ അവശിഷ്ടങ്ങൾ അവർ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയ ചീനവല, ചൈനീസ് നെറ്റ്. ഇതുകൊണ്ട് ഒരു സൈഡ് മുഴുവൻ വലിയ കല്ലുകൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കും, മറു സൈഡിൽ വല. ഈ കല്ലുകൾ, അതിൻ്റെ കല്ലിൻ്റെ ഭാരം കൊണ്ട് ആ അപ്പുറ സൈഡിലുള്ള വല ഇങ്ങനെ പൊങ്ങി വരും. അത്രയും നേരം വെള്ളത്തിൽ കിടന്നിട്ട് ഏകദേശം ഒരു 10 മീറ്ററോളം താഴോട്ട് പോയി വെള്ളത്തിൽ കിടന്നിട്ട് ഈ കല്ലുകൾ, ഒരു സൈഡിലുള്ള കല്ലുകൾ ഇങ്ങനെ പിടിച്ച് താത്തുമ്പം ഈ വല മുകളോട്ട് പൊങ്ങി വരും. അതിനകത്ത് കുറച്ച് മത്സ്യം കാണും. ഒത്തിരി മത്സ്യമൊന്നുമില്ല കേട്ടോ. വലിയ ഒരു ഫിഷിംഗ് മെത്തേഡാണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഒരു ഫിഷിംഗ് മെത്തേഡിനെ കാട്ടി മുമ്പിൽ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ മീനുകളൊക്കെയാണ് അവർ കിട്ടുന്നത്. ഒരു 4, 5, 6 മത്സ്യത്തൊഴിലാളികൾ ഒരുമിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചൈനീസ് വ്യാപാരികളുടെ, അല്ലെങ്കിൽ ചൈനീസ് പഴയ കാലത്തെ ചൈനീസ് വ്യാപാരത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നൊരു ഒരു സംഭവമാണിത്. നല്ല രസമാണ് ഇരിക്കാനൊക്കെ. നല്ല കാറ്റാണ്. നല്ല അതുകൊണ്ട് അപ്പുറത്തൊരു ഓപ്പോസിറ്റ് കപ്പൽ പോകുന്നത് കാണാം. നല്ല രസമാണ് അവിടെ ഇരുന്ന് കാണാനൊക്കെ. അതുപോലെ സൺസെറ്റ്, ഇതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. ഒരു പ്രത്യേകമായിരിക്കുന്ന അനുഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് പോകുന്നതൊക്കെ കുടുംബമായിട്ടൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചി. ഏകദേശം ഒരു 10 മീറ്ററോളം താഴോട്ട് പോകും. അതുപോലെ 20 മീറ്ററോളം ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കും വെള്ളത്തിൻ്റെ മുകളിൽ. അത്രയും 10 മീറ്റർ താഴോട്ട് പോകും. അതിനുശേഷം അത് മുകളിലോട്ട് പൊങ്ങി വരും. അവർ വലിക്കും. കുറച്ച് മീനെ കിട്ടും, അത്രമാത്രം. ഈ മീനൊക്കെ കണ്ടോ? ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും ഉപയോഗശൂന്യമായ മീനാണെന്നാണ് പറയുന്നത്. അത് മീനൊന്നും അല്ല, വേറെ എന്തോ ഒരു സാധനം. അത് അവർ തിരിച്ച് കളയുകയും ചെയ്യും. അതുപോലെ അത് ഭയങ്കര രസമാണ് കാണാനൊക്കെ. അതിന് ചുറ്റുമൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഫോർട്ട് കൊച്ചി. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിയുടെയൊക്കെ തെരുവുകളിലേക്ക് പോയി. നല്ല രസമുള്ള തെരുവുകൾ, 2 സ്ഥലത്തും നല്ല കളർഫുള്ളായിട്ടുള്ള തെരുവുകൾ. ഒരു സ്പെഷ്യൽ വൈബാണ്. ഒരു മിക്സ്ചർ ഓഫ്, എന്താ പറയുന്നത്, ഹിസ്റ്ററി, കൾച്ചർ, റൊമാൻസ് എല്ലാം ഉണ്ട് അവിടെ. ഒരു യൂറോപ്യൻ സ്റ്റൈലുള്ള ഒരു ആർക്കിടെക്ചറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഡച്ച് സ്റ്റൈല്, പോർച്ചുഗീസ്, ബ്രിട്ടീഷ് എല്ലാത്തിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ കാണാൻ പറ്റും. ചെറിയ കല്ലുകളൊക്കെ പാകിയ എന്താ നിരത്തുകളും കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്ങും. അവിടെ ഇതുണ്ട്, ഫോട്ടോഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് കുറേ ആൾക്കാരുടെ ഫോട്ടോ എടുക്കാനുണ്ടാവും. ഈ സീ സൈഡ്, സൺസെറ്റ്, ചൈനീസ് നെറ്റ്, നല്ല മരങ്ങൾ, ഇതെല്ലാം കൂടെ കൂടി ഒരു നാച്ചുറലി റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. സോ ന്യൂ കപ്പിൾസ്, പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ കുറേ നേരം അവിടേക്ക് നടന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ചെറിയ ജങ്കാർ എന്നൊക്കെ പറയുന്നത്, സ്മോൾ ഒരു ഫെറി ബോട്ടാണ്. വൈപ്പിനിലേക്കും പിന്നെ ഫോർട്ട് കൊച്ചിയിലേക്കും വരുന്ന. അതിങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ വൈക്കത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ബൈക്കും ചെറിയ കാറുകളും ഒക്കെ കൊണ്ടുവരും. വളരെ ചീപ്പാണ്, എന്നാൽ പെട്ടെന്ന് വരികയും ചെയ്യാം. സാധാരണ ലോക്കൽ ട്രാവൽസ് ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. കായൽ വഴി നേരെ തിരിച്ച് ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ബസ് കയറി ഞങ്ങൾ ഈ ചെറിയ ട്രിപ്പ് ഞങ്ങൾ ജ്യൂസ് സ്ട്രീറ്റിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ പിന്നെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു.